നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരായ മൂന്നാം ബലാത്സംഗ പരാതിയിൽ അന്വേഷണ സംഘത്തിന്റെ നിർണായകമായ നീക്കം. കേസിൽ ഒരു നിർണായക നീക്കം തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് കുറ്റപത്രം ഇതുവരെയും സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി മാറുന്ന തരത്തിലാണ് കാര്യങ്ങളായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം നിലനിൽക്കവേ തന്നെ കേസ് റദ്ദാക്കണമെന്ന ആവശ്യവുമായി രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയെ സമീപിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. അപ്പോൾ കേസ് റദ്ദാക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള നീക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷെ അതിനിടയിലാണ് അന്വേഷണ സംഘം നിർണായകമായ നീക്കം മൂന്നാമത്തെ ബലാത്സംഗ പരാതിയുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. അന്വേഷണ സംഘം പരാതിക്കാരി, വിദേശത്താണ് പരാതിക്കാരി ഉള്ളത്, വിദേശത്തുള്ള പരാതിക്കാരിയെ നാട്ടിലെത്തിച്ച് വൈദ്യ പരിശോധന നടത്തിയിരിക്കുകയാണ്. പരാതിക്കാരിയായി അതിജീവിതയുടെ വൈദ്യ പരിശോധന ഇതുവരെ പൂർത്തിയാക്കിയിരുന്നില്ല. അതും രാഹുലിന് ഒരു അനുകൂല സാഹചര്യമായി മാറുമെന്ന ഘട്ടത്തിൽ എത്തി നിൽക്കവെയാണ് അന്വേഷണ സംഘം നാട്ടിലെത്തിച്ച് വീടിനടുത്തുള്ള ഒരു ജനറൽ ഹോസ്പിറ്റലിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തിയിരിക്കുന്നത്. എന്തായാലും വീടിനടുത്തുള്ള ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വൈദ്യ പരിശോധന നടത്തി. വൈദ്യ പരിശോധന ഇത്തരത്തിൽ വൈകുന്നത് അത് ഈ കേസിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായി മാറുമെന്ന ഒരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വേഗത്തിൽ തന്നെ പരാതിക്കാരിയെ നാട്ടിലെത്തിച്ച് വൈദ്യ പരിശോധന നടത്തിയിരിക്കുന്നത്. നേരത്തെ പരാതിക്കാരിയുടെ പരാതി ഓൺലൈൻ വഴി അത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കേസിൽ രാഹുലിന് ആനുകൂല്യം കിട്ടുമെന്ന് വിലയിരുത്തിയാണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. കുറ്റപത്രം ഇതുവരെ സമർപ്പിക്കാത്തത് വലിയൊരു ആനുകൂല്യത്തിലേക്ക് നയിക്കപ്പെടുമെന്നൊരു വിലയിരുത്തൽ കൂടി ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മൂന്നാമത്തെ ബലാത്സംഗ കേസിലെ പരാതിക്കാരിയെ നാട്ടിലെത്തിച്ച് വൈദ്യ പരിശോധന നടത്തിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ കുറ്റപത്രം ഉടൻ തന്നെ സമർപ്പിക്കാനുള്ള സാഹചര്യമുണ്ട്. ഈ കേസിൽ രാഹുലിന് കുരുക്ക് മുറുകുന്നു എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ നിലവിൽ ഉയരുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ആദ്യ പരാതിക്കാരി, രണ്ടാമത്തെ പരാതിക്കാരി, അതിനുശേഷം മൂന്നാമത്തെ പരാതിക്കാരി രംഗത്തെത്തുന്നത് രാഹുലിനെതിരെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായാണ് പീഡനക്കേസിൽ അതിജീവിത രംഗത്തെത്തിയത്. രാഹുൽ ക്രൂരനായ ലൈംഗിക കുറ്റവാളിയാണെന്നും ഗർഭിണിയായിരിക്കെ തന്നെ മൃഗീയമായി പീഡിപ്പിച്ചെന്നും പരാതിക്കാരി ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നു. മൂന്നാം ബലാത്സംഗ പരാതിയുമായി ഒരു പെൺകുട്ടി രംഗത്ത് വരികയായിരുന്നു. പത്തനംതിട്ട സ്വദേശിനിയായ യുവതിയാണ് മൊഴി നൽകിയത്. പരാതിയിൽ രജിസ്റ്റർ ചെയ്ത മൂന്നാമത്തെ കേസിലാണ് രാഹുലിന് SIT അറസ്റ്റ്. നമുക്കറിയാം, മൂന്നാമത്തെ പരാതിയിലായിരുന്നു ഇത്തരത്തിലൊരു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ക്രൂരമായ പീഡനവും ഗർഭചിത്രവും സാമ്പത്തിക ചൂഷണവും നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് വിവരശേഖരണം നടത്തിയ ശേഷമായിരുന്നു അറസ്റ്റ്. അതീവ രഹസ്യമായി പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് രാത്രി 12:30 കസ്റ്റഡിയിലെടുത്ത് പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിച്ച് തുടർന്ന് അന്വേഷണ സംഘ മേധാവി IG G പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ രാഹുലിനെ ചോദ്യം ചെയ്ത സംഭവമൊക്കെ നമ്മൾ കണ്ടതാണ്. ക്രൂരമായ ലൈംഗിക പീഡനമാണ് നടന്നതെന്ന് മൂന്നാമത്തെ പരാതിക്കാരി വ്യക്തമാക്കിയിരുന്നു. തന്നെ മുഖത്തടിച്ചു, തുപ്പി, ശരീരത്തിൽ പലയിടത്തും മുറിവുകൾ ഉണ്ടാക്കി, ഓവുലേഷൻ ദിവസമാണെന്ന് പറഞ്ഞിട്ട് കുഞ്ഞുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതിനുശേഷം വീണ്ടും കാണണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും പോയില്ല. ഗർഭിണിയാണെന്ന വിവരം അറിയിച്ചപ്പോൾ അസഭ്യം പറഞ്ഞു. മറ്റൊരാരുടെയെങ്കിലും കുഞ്ഞാകുമെന്നും ആക്ഷേപിച്ചു. അതിൽ മനസ്സിലാണ് DNA പരിശോധനയ്ക്ക് പോയത്. പിന്നീട് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഗർഭചിത്രത്തിനായുള്ള കടുത്ത സമ്മർദ്ദമുണ്ടായി. അപമാനവും ഭീഷണികളും തന്നെ കടുത്ത ശാരീരിക മാനസിക സമ്മർദ്ദത്തിലാക്കിയെന്നും യുവതി മൊഴിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ കേസിലെ യുവതിയാണ് ഇപ്പോൾ നാട്ടിലെത്തിച്ച് വൈദ്യ പരിശോധന നടത്തിയിരിക്കുന്നത്. ഈ കേസിൽ ആണ് രാഹുലിനെ നേരത്തെ അറസ്റ്റ് ചെയ്തത്. അങ്ങനെയെങ്കിൽ രാഹുലിന് കുരുക്ക് മുറുകുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. എന്താണ് രാഹുൽ പറഞ്ഞതെന്ന് വിശദമായി നോക്കാം. സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇതിനൊരു അന്താരാഷ്ട്രതല ബന്ധമുണ്ടോ എന്ന ഒരു സംശയം കോടതി ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രംഗത്ത് വന്നിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പോറ്റിയെ കയറ്റിയ പാട്ടൊക്കെ പാടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശിച്ചിരിക്കുന്നത്. രാഹുലിന്റെ വാക്കുകൾ നോക്കാം. 2019 ദ്വാരപാലക ശില്പത്തിന് സ്വർണം പൂശാനായിട്ടുള്ള അനുവാദം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കിട്ടുന്നത്. 2019 ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നു. 2019 മുഖ്യമന്ത്രി പിണറായി വിജയനും കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയുമാണ്. മാത്രമല്ല 2025 ഒക്ടോബർ മാസം 6-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവിനകത്ത് വളരെ വ്യക്തമായി തന്നെ സംസ്ഥാന സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും പങ്കിനെ പറ്റി വിവരിക്കുന്നുണ്ട്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക ശില്പം സ്വർണം പൂശാനായി കൊടുക്കുമ്പോൾ ചെമ്പ് എന്നാണ് സ്വർണത്തിന് പകരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വളരെ ഗുരുതരമായ ആസൂത്രിതമായ കുറ്റകൃത്യത്തിന്റെ തുടക്കമാണ്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന CPM നേതാവ് വാസുവും തമ്മിലുള്ള ഇമെയിൽ ഇടപാടുകളെ പറ്റിയും ദേവസ്വം ബോർഡിന്റെ നേരിട്ടുള്ള പങ്കിനെ പറ്റിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ കൃത്യമായി തന്നെ കണ്ടെത്തിയിട്ടുമുണ്ട്. നിങ്ങളൊരു സുഭാഷ് കപൂറിനെ പറ്റി കേട്ടിട്ടുണ്ടാകാം. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള സമാനതകളില്ലാത്തതാണെന്നും ഇതിന് അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്ന
എന്ന സംശയവും ആ ആശങ്കകളും പങ്കുവച്ചിരിക്കുന്നത് പ്രതിപക്ഷമല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി CPM നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഈ സർക്കാരിന്റെ വാഴ്ത്തുപാട്ടുകാർ പറഞ്ഞ പ്രധാനപ്പെട്ട ക്യാപ്സൂൾ കണ്ടില്ലേ, ഞങ്ങളുടെ പാർട്ടിക്കാരായിട്ട് കൂടി സർക്കാർ ഓരോരുത്തരെയും അറസ്റ്റ് ചെയ്യുന്നതെന്നാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ അറസ്റ്റ് ചെയ്തത് അത്രയും SIT ആണ്. ഈ SIT സംസ്ഥാന പോലീസ് ആണെങ്കിലും അത് പ്രവർത്തിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലുമാണ്. എന്നിട്ട് പോലും ഈ സർക്കാരിന്റെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി SIT മെല്ലെ പോക്ക് തുടരുകയാണ്. കുറ്റപത്രം കൃത്യമായി സമർപ്പിക്കുന്നില്ല. സ്വാഭാവികമായി ജാമ്യം പ്രതികൾക്ക് കിട്ടുന്നതിന് വേണ്ടി 90 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കുന്നില്ല എന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനം മുന്നോട്ട് വെച്ചതും ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ്. ഇതിനകത്ത് പ്രതിപക്ഷത്തെ ചില സമയത്തൊക്കെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വിമർശിക്കാറുണ്ട്. സ്വർണം കെട്ട ധാരപ്പ എന്ന് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോൾ ശ്രീമതി സോണിയാഗാന്ധിയോടൊപ്പം പോറ്റിയെടുത്ത ചിത്രത്തെ പറ്റിയാണ് പിണറായി വിജയൻ പറയുന്നത്. ആ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, ധൈര്യമുണ്ടോ? അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശ്രീമതി സോണിയാഗാന്ധിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു അന്വേഷണം നടത്താൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. പിന്നെ പറയുന്നത് ബഹുമാനപ്പെട്ട അടൂർ പ്രകാശിനോടൊപ്പം ഈ സ്വർണം കടത്തിയ പോറ്റി ചിത്രമെടുത്തു എന്നുള്ളതാണ്. ഇവിടെ ചോദ്യം, പോറ്റിക്കൊപ്പം ആരൊക്കെ ചിത്രം എടുത്തു എന്നുള്ളതാണോ പ്രധാനം? പോറ്റി ആരുടെ സഹായത്താൽ സ്വർണം കടത്തി എന്നുള്ളതാണ്. ഒപ്പമുള്ള ചിത്രത്തെപ്പറ്റി ഒരു വാചകം പറയാം. ഒരാളോടൊപ്പം ചിത്രമെടുത്താൽ ആ ചിത്രമെടുത്തിയാൽ ചെയ്ത എല്ലാ കൊള്ളരുതായ്മകളും നമ്മുടെ പേരിലാകുന്നത് എങ്ങനെ? ഇത് എന്റെ ചോദ്യമല്ല. സ്വപ്ന സുരേഷ് മൊത്തമുള്ള വളരെ അടുത്ത ഇടപഴകിയുള്ള ചിത്രം പുറത്തു വന്നപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞ വാചകമാണിതെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ബാധകമാകാത്തത്? മാത്രമല്ല 2019 മുതൽ നടന്ന സ്വർണ്ണക്കൊള്ള, 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ട് സർക്കാരിന്റെ സഹായത്തോടു കൂടി നടത്തിയ സ്വർണ്ണക്കൊള്ളയിൽ എങ്ങനെയാണ് പ്രതിപക്ഷത്തെ ഒരു MP മാത്രമായിരുന്ന ശ്രീ അടൂർ പ്രകാശിന് പങ്കുണ്ടായിരിക്കുക? മാത്രമല്ല SIT ഒരു സംശയം ചോദിച്ചപ്പോൾ ചോദ്യം ചെയ്യലിന് നോട്ടീസ് പോലും കൊടുക്കാതെ SITക്ക് മുന്നിൽ പോയി ധൈര്യത്തോടു കൂടി മറുപടി പറഞ്ഞ വ്യക്തിയാണ് ശ്രീ അടൂർ പ്രകാശ്. അത് കഴിഞ്ഞ് മാസം കുറേയായല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പോലീസ് അടൂർ പ്രകാശിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത്? കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ സ്വർണം കടത്തിയതിന്റെ ചെളി പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം നിശ്ചയമാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ നിന്ന് CPMന് മാറാൻ സാധിക്കുന്നത്? അതിന്റെ ഒരുപാട് രേഖകൾ പുറത്തു വന്നതാണ്. 2016 ശേഷം 25 വരെ ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലയളവിൽ 4 പേരെയാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരായി പിണറായി വിജയൻ നിയമിച്ചത്. ആ 4 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിൽ 2 പേർ ജയിലിൽ കിടന്നു. ഒരാൾ സംശയത്തിന്റെ മുൾമുനയിലാണ്. ജയിലിൽ കിടന്ന 2 പേർ നിസ്സാരക്കാരല്ല. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും CPM നേതാവുമായിരുന്ന വാസു, CPMന്റെ കോന്നി MLAയും CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന പത്മകുമാർ, ഇവരൊക്കെ ജയിലിൽ കിടന്നിട്ടും ചില്ലറ ഉളുപ്പൊന്നും പോരാ. ഏതോ ഒരു ചിത്രം കാണിച്ചിട്ട് പോറ്റിയും അടൂർ പ്രകാശും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഇങ്ങനെ സമാന്തര രേഖകൾ വരച്ച് നിങ്ങൾക്കൊരു സഖ്യം രൂപീകരിക്കാൻ. കടകംപള്ളി സുരേന്ദ്രനെ നിരവധി തവണ SITക്ക് ചോദ്യം ചെയ്യാൻ നിർബന്ധിതമായ സാഹചര്യം ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലെ തന്ത്രപ്രധാനമായ പദവികളിലേക്ക് എത്തിച്ചതും ഈ സ്വർണ്ണക്കൊള്ളയിലുമൊക്കെ പങ്കുണ്ടായിട്ടും അയാളെ ഇതുവരെ അറസ്റ്റ് ചെയ്യുവാൻ ഈ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. അന്വേഷണം മന്ത്രിയിലേക്ക് നീളുന്നുവെന്ന ഘട്ടം വന്നപ്പോഴാണ് തന്ത്രിയെ ഈ സർക്കാർ അറസ്റ്റ് ചെയ്ത വാർത്തയുടെ റൂട്ട് മാറ്റുവാൻ ശ്രമിച്ചത്. തന്ത്രി ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്ത്രി അറസ്റ്റ് ചെയ്യണമെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിന് ശേഷം കോടിക്കണക്കിനായ അയ്യപ്പ വിശ്വാസികളുടെ സങ്കല്പത്തിന്റെ ഭാഗമായ തന്ത്രിക്കെതിരായിട്ട് എന്ത് തെളിവാണ് നിങ്ങൾക്ക് കോടതിയിൽ സമർപ്പിക്കുവാൻ കഴിഞ്ഞത്? നിങ്ങൾ കൊടുത്ത എല്ലാ ഫോൾസ് അലിഗേഷൻസിനെയും റദ്ദ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി തന്ത്രിക്ക് ജാമ്യം കൊടുക്കുമ്പോൾ 2 വട്ടമാണ് തന്ത്രിക്ക് അനുകൂലമായി പറഞ്ഞത്. ഒന്ന് പറഞ്ഞത് there is not even an iota of evidence against തന്ത്രി എന്നാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് there is nothing on record against തന്ത്രി. അതായത് തന്ത്രിക്കെതിരെ റെക്കോർഡില്ല, തെളിവുകളില്ല, അല്ലെങ്കിൽ തന്ത്രിക്കെതിരെ തെളിവുകളില്ല എന്നാണ്, അത്തരത്തിൽ തെളിവുകളുള്ള റെക്കോർഡുകളൊന്നും ഇല്ല എന്നാണ് കോടതി ഊന്നി പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ തന്ത്രി അറസ്റ്റ് ചെയ്തതിന് കൃത്യമായി 2 കാരണങ്ങളുണ്ട്. ഒന്ന്, പത്മകുമാർ പറഞ്ഞ ഒരു വാചകമാണ്. പത്മകുമാർ പറഞ്ഞു, ദൈവതുല്യനായ ആള് പറഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുക എന്ന്. ഒരു കാര്യം എല്ലാ മനുഷ്യന്മാർക്കും അറിയാം, പത്മകുമാറിന്റെ ദൈവവും ദൈവതുല്യനും അത് അയ്യപ്പനുമല്ല തന്ത്രിയുമല്ല, അത് പിണറായി വിജയനാണ്. 2, മന്ത്രിയിലേക്ക് നീളേണ്ട അറസ്റ്റിനെ വഴിതിരിക്കുവാൻ, വാർത്ത മാറ്റുവാൻ വേണ്ടിയാണ് തന്ത്രി അറസ്റ്റ് ചെയ്തത്. അതിന് വിശ്വാസികൾ നിങ്ങളോട് ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. വിശ്വാസ സംബന്ധമായ ഒന്നിന്റെയും മൂല്യം നമുക്ക് വില കൊണ്ട് നിശ്ചയിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ മക്കയിൽ നിന്ന് കൊണ്ടുവരുന്ന സംസം വെള്ളവും വത്തിക്കാനിൽ നിന്ന് മാർപ്പാപ്പ വാഴ്ത്തിക്കൊണ്ടുവരുന്ന പൊന്നും നമുക്ക് വിലമതിക്കുവാൻ കഴിയാത്തതായി മാറുന്നത്. അതുപോലെ തന്നെയാണ് അയ്യപ്പന്റെ പൊന്നും. അയ്യപ്പന്റെ പൊന്നിന്റെ വില കണക്കാക്കുന്നത് ഗ്രാമിലല്ല. ഒരു ഗ്രാമിന് കോടിക്കണക്കിന് രൂപ കൊടുക്കുവാൻ മനുഷ്യന്മാരുള്ള ഒരു നാട്ടിൽ അയ്യപ്പന്റെ കിലോ കണക്കിന് സ്വർണം അടിച്ചു മാറ്റിയ ഒരു സർക്കാരിന് എത്ര 1000 കോടി രൂപയായിരിക്കും അതിലൂടെ കൊള്ള മുതലായി വന്നു ചേർന്നിട്ടുണ്ടാവുക.
പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ? അദ്വൈതം എന്ന് പറയുന്ന മലയാള സിനിമയിലെ പാട്ടിന്റെ ഈ വരികൾ എഴുതി വെച്ചിട്ടാണ് ജസ്റ്റിസ് ഫദ്രുദ്ദീന്റെ ബെഞ്ച് ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുടെ ഭീകരത, ആ പാപത്തിന്റെ കറയെപ്പറ്റി കൃത്യമായി പരാമർശിച്ചു വെച്ചിരിക്കുന്നത്. ആ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ ഏതൊരു അഗ്നിയിൽ നിന്ന് തപസ് ചെയ്താലും നിങ്ങൾ ചെയ്ത പാപത്തിന്റെ കറ, വിശ്വാസികളെ വഞ്ചിച്ചതിന്റെ കറ, വിശ്വാസത്തെ വഞ്ചിച്ചതിന്റെ കറ, അയ്യപ്പനെ വിറ്റതിന്റെ കറ, അവിടുത്തെ തങ്ക വിഗ്രഹം പോലും അവിടെ ഉണ്ടോ എന്ന് ഓരോ വിശ്വാസികളും സംശയത്തോടെ ചിന്തിക്കുന്ന ആ ആശങ്കയുടെ വില, ഇതിനും ജനങ്ങൾ ബാലറ്റിലൂടെ തന്നെ മറുപടി പറയുക തന്നെ ചെയ്യും എന്ന മുന്നറിയിപ്പോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വീഡിയോ അവസാനിപ്പിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഓരോ വിഷയത്തിലും സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ വിമർശനം ഉന്നയിക്കുന്നു. അതുപോലെ തന്നെ SDPI LDF ബന്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിമർശനം ഉന്നയിക്കുന്നു. ഇപ്പോൾ ഇതിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്, ആ വിഷയം ഉന്നയിച്ച് സർക്കാരിനെതിരെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ ഉന്നം വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ അതിരൂക്ഷമായ വിമർശനങ്ങൾ പുതിയ വീഡിയോയിലൂടെ ഉന്നയിച്ചിരിക്കുകയാണ്. എന്തായാലും ഇനിയും ഈ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം, അതായത് സർക്കാരിനെതിരെയുള്ള ചോദ്യങ്ങൾ ഇനിയും തുടരുമെന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.